ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ തിരിച്ച് 2 ദിവസത്തെ ലീവൊക്കെ കഴിഞ്ഞു തിരിച്ച് പിന്നെയും ഹോസ്റ്റലിലേക്ക് കോളേജിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ പൊതുവേ ഫ്രൈഡേ ഈവനിങ് വന്നിട്ട് തിങ്കളാഴ്ച രാവിലെ പോകും. അങ്ങനെയാണ് സാധാരണ പോവാറ്. കാരണം എനിക്ക് ട്രെയിനിന് 2 മണിക്കൂർ ട്രാവലാണുള്ളത് കോഴിക്കോട് ടു ഷൊർണൂർ. സോ പൊതുവേ ഞാൻ അങ്ങനെയാണ് പോവാറ്. ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രാവിലെ ഇങ്ങനെ യാത്ര ചെയ്യണതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു തലവേദന ഒരു ടൈപ്പ് സംഭവം വരും. എൻ്റെ അവസാനം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി ടിക്കറ്റൊക്കെ എടുത്തു. അവസാനം ട്രെയിനിൽ കയറിപ്പോയി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ തലവേദന കാരണം തന്നെ ട്രെയിനിൻ്റെ ഉള്ളിൽ പുറത്തെ കാഴ്ചകൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ. പിന്നെ അവിടെ ഞാൻ സ്റ്റേഷനിൽ എത്തി കഴിഞ്ഞിട്ട് പിന്നെ വെയിറ്റിംഗ് ഏരിയയിൽ ഫ്രണ്ട്സിനെ നോക്കിയിരുന്നു. ആക്ച്വലി എനിക്ക് 3 ബസ് ഉണ്ട് 9 മണിയാവുന്ന ടൈമിൽ കോളേജിലേക്ക്. പക്ഷെ ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള ബസ്സിന് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോയത്. ഈ തലവേദന പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ. പിന്നെ ക്ലാസ്സിലെ വീഡിയോസൊന്നും എനിക്ക് വേറെ എടുക്കാനും പറ്റിയില്ല. കാരണം ഇന്ന് കൂടുതലും ക്ലാസ്സിൽ ഇലക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇന്ന് ഇലക്ഷൻ ഡേ ആയിരുന്നു. ക്ലാസ്സിലെ റപ്പിനെ സെലക്ട് ചെയ്യുന്നത്, ക്ലാസ്സിലെ മാത്രമല്ല മൊത്തത്തിൽ കോളേജ് ചെയർമാനൊക്കെ. അപ്പോൾ ഞങ്ങളെ ക്ലാസ്സിലെ ഫസ്റ്റ് റപ്പായിട്ടുള്ളത് ഇവനാണ്, ഗൗതം. സോ ഇവനാണ് ആകെ ബോയ് ആയിട്ട് നോമിനേഷനിൽ നിന്നിട്ടുള്ളത്. മോൻ മാത്രമായിരുന്നു. ആൻഡ് സെക്കൻഡ് ഇവളാണ് രേഷ്ണ. ആൻഡ് മൂന്നാമത് വേറെ ഒരാളുണ്ട്. ഓളാ പരിസരത്ത് നിന്ന് ഞാൻ കാണാത്തോണ്ടായിരുന്നു ഞാൻ ഓളെ വീഡിയോ എടുത്തില്ല. പിന്നെ ഇവൾ അഞ്ജുവിൻ്റെ ഫോണിന് നല്ലൊരു പണി കിട്ടിയതുകൊണ്ട് തന്നെ അത് നന്നാക്കി തിരിച്ചവർ കൊടുത്തതുപോലെ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ഫോണിനെ നല്ല സുന്ദര കുട്ടപ്പനാക്കിയിട്ടാണ്. പിന്നെ അങ്ങനെ ഓക്ക് തലവേദനയാണ് പറഞ്ഞോള് റൂമിലിരിക്കുന്നുണ്ട്. അപ്പം ഞാനും ലക്ഷ്മിയും കൂടെ ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടാണ് ഇത്. ഷൊർണൂർ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റുള്ള റീഗിൾ. ആൻഡ് അവിടുത്തെ ഈ ചേച്ചിയും അവിടെ വർക്ക് ചെയ്യുന്നതാണ്. ആൻഡ് ഈ വരുന്നതാണ് സൺലേട്ടൻ, ഞങ്ങളെ സീനിയറാണ് കോളേജിലെ 3 ഇയറിൽ. സോ ചേട്ടൻ്റെ ഏതോ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ലക്ഷ്മി പറഞ്ഞിരുന്നു വിളിച്ചിട്ട് അങ്ങനെയാണ് വരുമ്പോൾ കേക്ക് കൊണ്ടുവരണമെന്ന്. അങ്ങനെ കേക്കൊക്കെ കൊണ്ടുവന്നു. പിന്നെ ഒരു പീസ് ഞങ്ങൾ പാപം 5 റൂമിലിരിക്കുകയാണല്ലോ, അപ്പോൾ ഓക്കും കൂടെ ഒക്കെ മാറ്റി വെച്ചു. ആൻഡ് അവസാനം കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് തന്നെ പോയി. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ ദിവസം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.